ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പോൾ ട്രിമ്മർ മറ്റേ ചെറിയ വലിയ ട്രിമ്മർ എടുത്തിട്ട് ഹൃദാവ് ഇതൊന്ന് ഷേപ്പ് ആക്കണം എന്നുണ്ട്. മുടി കിട്ടൂല, എനിക്ക് മുടി വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കാം. മുടി ഞാൻ കിട്ടൂല. ഇപ്പോൾ ഇതൊക്കെ ഷേപ്പ് ആക്കണമെന്ന് വെച്ചാൽ ട്രിമ്മർ എടുത്തിട്ടുണ്ട്. എൻ്റെ സാധനം ഇതോടെ ഇതാക്കിയിട്ടുണ്ട്. കാറ്റടിക്കൂല. ഞാൻ നല്ലോണം ഇവിടെ ഇതാക്കണമെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് ഇവ ഈത്ത സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടല്ലോ. ഇവിടെ മൊത്തം വെള്ളമൊക്കെ പാണ്ട പോലെ ആയിക്കണ്. ഇവിടുത്തെ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ വെള്ളക്കിടറ് അതേപോലെ സെയിം ഇതാക്കി. ഇനിയിപ്പോൾ റിതാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കേണ്ടി വരും. താഴെ ഇവിടുത്തെ അടിക്കില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കേണ്ടി വരും. നോക്ക്, ഇവിടെ മൊത്തം ഇതാക്കി. പിന്നെ താഴെ ഇവിടെ കുറച്ച് വെച്ച് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ ചെയ്യാ നോക്കുക. അവിടെ ഇത് താടി കൊണ്ട് ഇത് പഠിച്ചപ്പോൾ സീറ്റ് കൊണ്ട് ഇത് പഠിച്ചപ്പോൾ ഉണ്ടല്ലോ ഇവിടെ എന്തൊക്കെ ചൊറിയണ പോലെ, അവിടെ കുരുവൊക്കെ പൊന്തി പോലെ. അതാ ഞാൻ താടി ഇവിടുന്ന് പഠിക്കേണ്ട വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ എന്നിട്ട് അവൻ മറ്റേ ട്രിമ്മറിനെ മറ്റേ ഇത് കൊണ്ടായി കൊണ്ട് മറ്റേ അതിൽ ഇടുന്ന സാധനം കൊണ്ടായി കൊണ്ട് ഒന്ന് താടി നീണ്ടടക്കണ ഓവറായിട്ട് വെറുപ്പിക്കണ പോലെ നീണ്ടടക്കണ സാധനം പിന്നെ മെല്ലെ പഠിക്കാൻ വേണ്ടി നിന്നാ പിടിച്ച് ഒരച്ചപ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ പെയിൻറ്റ് ഇവിടുത്തെ ചൊട്ടയായി, ഇവിടുത്തെ ക്ലീൻ ഷേവ് പോലെയായി. ഇത് ഈ കറുപ്പ് സാധനം അവൻ എടുത്തുകൊണ്ടുപോയി. എന്തിനും എടുത്തുകൊണ്ടുപോയി എന്ന് അറിയാം. അവനെ ഇത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം എന്താ, അറിഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് എനിക്ക് തോന്നണേ. ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡ് ക്ലീൻ ഷേവ് ചെയ്യേണ്ട അവസ്ഥ. ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കടന്നുറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഗുളിക കഴിച്ച് കഴിഞ്ഞ് കടന്നുറങ്ങി എണീറ്റപ്പോൾ തന്നെ പനി മൊത്തം പോയി. ഞാൻ വരെ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. പനി മൊത്തം ഗുളിക കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പനി മൊത്തം പോയി. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ടി വി കണ്ട് കുറേ കഴിഞ്ഞിട്ട് കടന്നുറങ്ങി. ഞങ്ങൾ 4 ആൾക്കാരുണ്ടായിരുന്നു. 4 ആൾക്കാർ ഒരു കട്ടലിൽ കടന്നുറങ്ങിയിട്ട്, ഒരു കട്ടലുണ്ട്, ഒരു ബെഡ് ഉണ്ട്. ഞങ്ങൾ 4 ആൾക്കാർ കടന്നുറങ്ങി. ഞാൻ തറ്റത്ത് കടന്നുറങ്ങി. തൊട്ടപ്പുറത്ത് വേറെ അടുത്ത് ഞാൻ കാലവിടെ വെച്ചേ, ആ കാല് വെച്ച് അവിടേക്ക് തല താഴോട്ടിട്ടിട്ട് കടന്ന്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതൊക്കെ തല മേലോട്ട് ഇട്ടിട്ട് ഞാൻ ഇറക്കുന്ന പോലെ ഇറങ്ങി. ഞങ്ങൾ 4 ആൾ കടന്ന് സ്ഥലം തേക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചു കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ തായ്ക്കും വലിക്കും അങ്ങനെ ഞങ്ങൾ ഇന്നലെ കടന്നത്. എന്നിട്ട് രാവിലെ എണീറ്റപ്പോൾ മൂക്ക് നല്ല വേദന, മൂക്ക് അടഞ്ഞിക്കണേ, നല്ല കാവത്തിൻ്റെ ഇതുണ്ട്, മൂക്ക് നല്ല വേദന. ഞാനിട്ട് മൂക്കിലൊട്ടിക്കണ മരുന്ന് ഇട്ട് അനിയത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി, എവിടെയാന്ന് ചോദിച്ചു നോക്കി. അവരെ അലമാരയിലുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ട് ഇത് തന്നെയാണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഫോട്ടോ അയച്ചു കൊടുത്തു. വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞാൻ സാധനം എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ തപ്പുക. മറ്റേ മൂക്കിൽ ഒഴിക്കണ സാധനം വീടിൻ്റെ ചുറ്റും ഇങ്ങനെ തപ്പുക. എന്നിട്ട് അവിടെ എവിടെയും കിട്ടണില്ല. എന്നിട്ട് കുറേ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പേനയെ പോക്കറ്റിൽ എന്തോ ഉന്തിക്കണ കണ്ടിട്ട് ഞാൻ കൈയിട്ട് പോയി. അപ്പം എൻ്റെ മൂക്കിലൊട്ടിക്കണ മരുന്ന് അവിടെ ഞാൻ 2 മൂക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് ഇത് കുറവുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ജിമ്മീൻ്റെ മേത്ത് ആരോ ഇറച്ചിൻ്റെ എന്തൊക്കെയോ ചീഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ജിമ്മീനെ മൊത്തം ചീഞ്ഞ വേണം. എന്നിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൻ്റെ അവിടെ ആയിട്ട് എന്തോ മുറിയായി കിടക്കണം. ഞാൻ അവിടെ വിറ്റാടിനെ ഒഴിച്ചു കൊടുത്ത്, വിറ്റാടി മറ്റേ ക്ലീൻ ആക്കുന്ന സാധനമല്ലേ, മുറി ക്ലീൻ ആക്കണം, അത് ഒഴിച്ചു കൊടുത്ത്. അല്ലെങ്കിൽ ക്ലീൻ ആക്കാൻ നിന്നില്ല, ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ തന്നെ ജിമ്മി ഓടി. എന്താ ചീന വേണം. ഞാൻ അമ്മയും കൂടി സോപ്പ് കലക്കിയിട്ട് അതിൻ്റെ മേത്ത് ഒഴിക്കാൻ വേണ്ടി കുളിക്കാൻ ഭയങ്കര മടിയാണ്. തോട്ടിലൊക്കെ ഇടയ്ക്ക് ഇറങ്ങിയെങ്കിലും കുളിക്കാൻ ഭയങ്കര മടിയാണ്. പട്ടി വീട്ടിൽ ഇറച്ചി മേടിച്ചുകൊണ്ട് മീനും മേടിച്ചുകൊണ്ട് 2 ഇറച്ചി കറി വെക്കാന്ന് പറഞ്ഞിട്ട് മീൻ പൊരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറച്ചി മീനും കൂടി കൂട്ടി. എനിക്ക് ഇറച്ചി മീൻ അധികം കൂട്ടാറില്ല. ഞാൻ ചെയ്യാത്ത എന്തൊക്കെയാ വെച്ചാൽ ചായ കുടിക്കാറില്ല, കാപ്പി കുടിക്കാറില്ല, വെള്ളം മാത്രം കുടിക്കാറില്ല. പിന്നെ പാൽച്ചായാണ് ഞാൻ കുടിക്കും കേട്ടോ. പിന്നെ ഇറച്ചി അധികം കൂട്ടില്ല, മീൻ അധികം കൂട്ടില്ല. എന്തായാലും കൂട്ടൂല അറിയണില്ല, കൂട്ടും. ഇറച്ചി മീനും കൂട്ടുമോ, എന്തായാലും ഓവറായിട്ട് കൂട്ടുമൊന്നുമില്ല. എനിക്കതുകൊണ്ട് വേറെ സാമ്പാറൊക്കെ ഉണ്ട്, രാവിലത്തെ സാമ്പാറുണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കും. പിന്നെ ഇറച്ചി 2-3 പീസ് ഇടും, പിന്നെ അതിട്ട് കഴിക്കും. അല്ലാതെ എനിക്ക് ഇറച്ചി മീനിൽ അധികം ഓവർ താല്പര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് ബെഡിൽ കുറേ നേരം കടന്ന് സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് പുതപ്പും കിട്ടിയില്ല കേട്ടോ. പുതപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ രാവിലെ ഒരു 3-4 മണിക്ക് അമ്മ എണീറ്റ് സാധനങ്ങൾ അതൊക്കെ ഇപ്പോൾ കറി അതൊക്കെ വെക്കാൻ വേണ്ടി അമ്മ രാവിലെ എണീക്കാറില്ല. ആ ടൈമിൽ എണീറ്റ് ഞാൻ നേരെ ആ ടൈമിൽ എണീറ്റിട്ട് അവർ കടന്ന അമ്മയും കിങ്ങിണി കടന്നവിടെ പോയി കടന്നു. അവിടെ നല്ല പുതപ്പുണ്ടായിരുന്നു. കിങ്ങിണി അവിടെ ഒട്ടി കിടക്കായിരുന്നു, ഹാളിൽ ഒട്ടിക്കിടക്കരുത്. ഞാൻ എന്നിട്ട് അവിടെ പോയി കടന്ന് പോപ്പ് വെച്ച് കടന്ന് പിറ്റേ ദിവസം രാവിലെ കുറച്ച് നേരം വൈകിട്ട് എണീറ്റ് പായ എടുത്തപ്പോൾ ഉണ്ട് അവിടെയൊക്കെ മണൽ മറ്റേ പിരിച്ചതിൻ്റെ അടിയിലൊക്കെ കളിക്കാത്ത കൊണ്ടാണോ പിന്നെ അത് ചളിയും കൊണ്ട് ചവിട്ടി കയറിയിട്ടാണോ എന്താ അറിയില്ല. ഭാഗത്തായിട്ട് ഡാം കെട്ടിയിരുന്നു. ഞങ്ങളവിടെ പണ്ട് എന്താ പറയുക പരീക്ഷേൻ്റെ മുന്നേയും
പരീക്ഷ ഉച്ചയ്ക്കാണെങ്കിൽ രാവിലെ ഒന്ന് കുളിക്കും, പിന്നെ ഉച്ചയാകുമ്പോൾ കുറേ നേരം ഇവിടെ കുളിച്ച് തൊട്ടലേക്ക് കളിക്കും, ബോളും കൊണ്ട് ഫുട്ബോൾ കളിക്കും, വെള്ളത്തിൽ ഈ ഡാമിൽ അങ്ങനെയൊക്കെ കളിച്ച്. ഇപ്പോൾ ആ ഡാമിൽ ഇപ്പോൾ ആരും കുളിക്കാൻ വരില്ല. ഇപ്പോൾ കുളിക്കാൻ വരുന്നവരെ മേത്തൊക്കെ വലിയ വലിയ കുരുവൊക്കെ പൊന്തണം കൊണ്ട് ആരും കുളിക്കാൻ വരുന്നില്ല ഇപ്പോൾ ഡാമൊക്കെ. ഞാൻ ഇപ്പോൾ ആ ഡാമൊന്നും കാണിച്ചിട്ട് നിങ്ങൾക്ക് തൂല പിന്നെ അതിനെ പേടിപ്പിക്കുക. ഇതൊരു ഞാൻ പറയാം ഡാം ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും കെട്ടി വെറുക്കില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ വേണം കൊണ്ട് ഇവിടെ കണ്ടോ തങ്ങിക്കണ്. അതുകൊണ്ട് വെള്ളമൊന്നും കെട്ടിയിട്ടില്ല. ഇവിടെ മണലൊക്കെ കുറേ ഉണ്ട്. കെട്ടിയേക്കാണെങ്കിൽ തന്നെ ഇവിടെ മണലൊക്കെ വരികയാണെങ്കിൽ കുറച്ചധികം അയച്ചിട്ടുണ്ട്. അവിടെ ഡാം കെട്ടിയിട്ട് ഫസ്റ്റ് നീന്തി ഞാൻ. ഈ ഡാം കെട്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടാവും. ഈ ഡാം കെട്ടിയിട്ട് ഫസ്റ്റ് ഡാമിൽ നീന്തിയത് ഞാനാണ്. അത് ആ മൂലയിൽ നിന്ന് ഞാനും വേറെ ഒക്കെ ഉണ്ടായിരുന്നു. ആ മൂലയിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ചാടി അവിടെ നിന്ന് ഇവിടെ വരെ നീന്തിയാന്ന്. എന്നാലും അപ്പോൾ കുറച്ച് ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അയച്ച നിങ്ങൾ ഇരിക്കും മറ്റേ 7 ദിവസം, അതല്ല ആഴ്ച തിങ്കൾ മുതൽ ശനി വരെ ഞായർ വരെ ആഴ്ച ഇവിടെ ആഴ്ചയല്ല ആഴ്ച എന്ന് പറയാം, ആത്തിന്നും പറയും. എന്നാൽ ആത്തിന്ന് പറയും, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം. ഇവിടെ നല്ല ആത്തി ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇവിടെ വരെ നീന്തി തരും. അവിടെ തുടക്കം വെച്ചത് ഞാനാണ്. അവിടുന്ന് ഫസ്റ്റ് നീന്തി, പിന്നെ ബേക്കാലാവും നീന്തി, പിന്നെ അവിടെ ഫുള്ളും ആൾക്കാർ. സ്കൂളിൽ ഒരു ദിവസം വെക്കേഷൻ ടൈമിൽ ഫുള്ളും ആൾക്കാർ ഇവിടെ നീന്താനും കുളിക്കാനൊക്കെ വരും. ബോൾ കൊണ്ടൊക്കെ ഫുട്ബോൾ കളിക്കും, ഇവിടുന്ന് ബെൽറ്റ് അടിക്കും, ഇവിടുന്ന് താഴോട്ട് ബെൽറ്റ് അടിക്കും. ഞാനൊക്കെ അവിടുന്ന് ഓടി വന്നിട്ട് ഇവിടുന്ന് ബെൽറ്റ് അടിക്കണമൊക്കെ കാണണം. ഇവിടെയൊക്കെ പുല്ല് നിറഞ്ഞ നടക്കാം. മറ്റേ മുള്ളിൻ്റെ ഒരു ടൈപ്പ് പുല്ലില്ല. അങ്ങോട്ട് ചാടി നോക്കണം. ചാടിയിൽ കയറാൻ കുറച്ച് ടാസ്ക് ആവും. ചാടി തന്നെ ഇവിടെ കയറാൻ പറ്റില്ല, വെള്ളം ചവിട്ടി കയറേണ്ടി വരും. അതാണ് ടാസ്ക്. കാല് പിന്നെ നനയ്ക്കാൻ തോന്നില്ല. ചളിയുണ്ടോ? അതുകൊണ്ട് ചളിയുണ്ടോ? നേരത്തെ വാർപ്പിൻ്റെ മേലെ കയറി. ഞങ്ങൾ വീടിൻ്റെ വാർപ്പിന് മേലെ കയറി. അവിടെ ഒരു ഏണിയുള്ളത് കൊണ്ട് വീടിൻ്റെ വാർപ്പിന് മേലെ കയറി. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് വീടിൻ്റെ വാർപ്പിന് മേലെ കാണിച്ചാൽ വാർപ്പിന് മേലെ ഇങ്ങനെ വ്ളോഗൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല വ്യൂ ഉണ്ടാവും. നല്ല ഞങ്ങൾ വീടിൻ്റെ ചുറ്റിനും അപ്പുറ സൈഡിൽ ഇപ്പുറ സൈഡിലൊക്കെ കാടുണ്ട്. പിന്നെ ഈ സൈഡ് കാടാണെങ്കിൽ ഈ സൈഡ് ഫുള്ള് വീട്. ഞാൻ കാണിച്ചത് ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വീടല്ല, നമുക്ക് ഹോം ടൂറിൻ്റെ വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹോം ടൂർ ഇതാക്കാം. വീടും സ്ഥലവും അകവും പിന്നെ വീടിൻ്റെ പോകുന്ന വഴിയും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ദിവസം. നിങ്ങളെ ഏതെങ്കിലും ഒരു ദിവസം പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹോം ടൂർ ആക്കിയിട്ട് കാണിച്ചു തരാം. വീടും സ്ഥലവും വീടിൻ്റെ അകവും ഞാൻ കിടക്കണ റൂം, ഞാൻ വരച്ച ചിത്രം, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവന് എന്തെങ്കിലുമൊക്കെ കാട്ടുട്ടോ. ഈ പോത്തിനെ ചവിട്ട് അല്ല, പോത്ത് ആണ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പോത്താണ്. അപ്പൊ പോത്ത് എങ്ങനെ ഉണ്ടായത്? അത് എരുമേന്റെ ആണ്. എരുമേന്റെ ആണാണ് പോത്ത്. എരുമേന്റെ ആണോ? അപ്പൊ എരുമേന്റെ പെണ്ണാണ് എരുമ. അപ്പൊ എരുമിക്കാണില്ല പോത്തിനെ നമ്മള് എന്താ പറയാ, പോത്തിനെ നമ്മൾ ആണ് പറയും. എരുമേനെ നമ്മള് എരുമേന്റെ അല്ല. അപ്പൊ പോത്തിനാണോന്നില്ലേ? പോത്താണ് ആണ്. അപ്പൊ പെണ്ണോ? ആ ടൈമിലൊക്കെ ഉച്ചക്കൊക്കെ ഈ ഡാമിൽ കുളിക്കാൻ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വേറെ ഒരുത്തൻ വരുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ചെടുത്തിരിക്കുക. ഡാമാണെന്ന് പറഞ്ഞിട്ട് അവൻ വേറെ എങ്ങോട്ടാ പോയിക്കുക. ഡാമാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചെടുത്തിരിക്കുക. ഇനി നീ ആ പോത്തിൻ്റെ അടുത്ത് ഓരോരോ ഇത് കാണിച്ചോ. ഇവ പോത്തിന് കണ്ട ഇവനുണ്ടല്ലോ ഓരോരോ പൊട്ടം കളി, ഇടയ്ക്ക് നല്ല പൊട്ടം കളി. അതിന് ചെകണയ്ക്ക് കൊടുക്കണതല്ലേ ഇവൻ. എന്തൊരു പൊട്ടം കളി അറിയാം ഈ റോസ് ഇട്ട് നടക്കുന്നതിന്. കണ്ടോ എന്തൊക്കെ കാണിക്കുന്നത്, എന്തൊക്കെ ഇപ്പോൾ ഞാൻ പറയണില്ല. ഇവനുണ്ടല്ലോ വീട്ടിലൊക്കെ വെറുതെ എൻ്റെ മെക്കട്ട് കയറുക വെറുതെ മേത്ത് കയറുക, വെറുതെ നുള്ളുക, പിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഓടുക. വല്ല തോന്നിയ പോലെ പിച്ചിട്ട് ഓടുക, നുള്ളിയിട്ട് ഓടുക, കടിച്ചിട്ട് ഓടുക. അപ്പൊ 4 ആൾ അവനെവിടെ പോയടാ? അവിടെ വാ മൊട്ട ഒന്ന് വേഗം. ഞങ്ങളിപ്പോൾ 4 ആൾ ഞങ്ങളെ വീടിൻ്റെ മണ്ടയിൽ ഏണീക്കോടെ വീടിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. വീട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീടിൻ്റെ മണ്ടയിൽ തൊട്ടപ്പുറത്ത് കാടും തൊട്ടപ്പുറത്ത് വീടും. അടിപൊളിയാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ പാർപ്പിലായിരുന്നു. അവിടെ നല്ല വ്യൂ ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് കിട്ടില്ല നമുക്ക്. അയ്യോ ഇവിടെ തുറണ്ടേ. വാവ് എടെ പിന്നെ കയറി എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോവാ. കയറി പിന്നെ കയറാൻ പറ്റില്ല. വാ മേക്കാസ്ത് കൂടാ. നീ തിന്ന മോട്ടായി അത്രയോ? ഞാൻ തിന്നാത്തോണ്ടാ. ഇപ്പൊ ചോദിച്ചു തരിക ഇതെവിടെയാണ് എണീച്ച് ഞങ്ങൾ ഇത് കൂടെ കയറിയിടും. നന്ദോടെ അടുത്ത് പോയിണ്ടാവും.
ഓടി മടുത്ത് അമ്മ അവിടെ അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നോൺ വെജ് ഇറച്ചിയുണ്ട് മീനുണ്ട് അടിപൊളിയാവും. ഇന്ന് നാളെയും കൂടി ആയിട്ട് കറിയാവോ അമ്മ? ഇറച്ചിക്കറിക്കുള്ള മീൻ കറിക്കോ? ഇറച്ചിക്കറിക്ക് മീൻ കറിക്കോ? ഇത് മീൻ കറിക്ക്. അപ്പൊ പൊരിക്കണേതാ? ഇറച്ചി എന്താക്കും? ഇറച്ചി ഉണ്ടെന്നോ? ഇറച്ചി പൊരിക്കാം മീൻ ഇറച്ചി പൊരിക്കും മീൻ കറി വെക്കും. ഓ ഇന്ന് പുളി ചമ്മന്തിയിൽ പുളി ആക്കിയൊക്കെ നോക്കി നോക്ക്. മിച്ചർ ഇതാ ഇവിടെ കേട്ടോ. കുറച്ചുകൂടി ഞാൻ കൊറേ വീട്ടിൽ അധികം കൊതുക് നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പന്തം വഹിക്കും. ഇങ്ങനെ ചിരട്ടയിൽ ഇങ്ങനെ ആക്കിയിട്ട് പന്തയിലിടും. പന്ത കുന്തിരിക്ക അങ്ങനെ കുറെ പേരുണ്ട്. ഇത് ഊതിയിട്ട് റൂം മൊത്തം ഇതാ. ഈ റൂം മാത്രമല്ല ആ റൂമൊക്കെ ആക്കി. അപ്പൊ കണ്ണൊക്കെ തെറിച്ചേനെ. നെക്സ്റ്റ് ഇവിടെ ഫില്ലായിരിക്കും. ഇറച്ചി കറിയുണ്ട്, മീൻ കറിയുണ്ട്. ഞാൻ മീൻ പൊരിക്കുന്നു വിചാരിച്ച്. മീൻ പൊരിക്കുന്ന പറഞ്ഞാൽ ഇറച്ചിയും പൊരിച്ചില്ല മീനും പൊരിച്ചില്ല, കറി വെച്ചിട്ടുണ്ട് പപ്പടായിട്ടില്ല. ഇപ്പോൾ ഇറച്ചി മീൻ കറിയും കൂട്ടിയിട്ട് വേറെ കറിയിലോ വേറെ സാമ്പാറുണ്ട്. സാമ്പാറും കുറച്ച് കൂട്ടി ചോറ് വെച്ചിട്ട് നേരെ കടന്നു വാങ്ങുമ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, മാക്സിമം നമ്മുടെ നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, യു.